ഇടുക്കിയുടെ കുടിയേറ്റ ചരിത്രം പറയുന്ന കുടിയേറ്റ സ്മാരകത്തിന്റെയും ടൂറിസം വില്ലേജിന്റെയും ഉദ്ഘാടനം ഇടുക്കി പാർക്കിൽ നടന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ₹10 കോടി മുതൽ മുടക്കിയാണ് കുടിയേറ്റ സ്മാരകമായി തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിൽ ഇടുക്കിക്ക് സമീപം ടൂറിസം വില്ലേജ് സ്ഥാപിച്ചത്. ഇടുക്കി പാർക്കിൽ ചേർന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇടുക്കി എന്ന പദ്ധതിയും വളരെ സന്തോഷത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. നേരിട്ട് എത്തിച്ചേരേണ്ടതായിരുന്നു. പെട്ടെന്ന് തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തം വന്നതുകൊണ്ടാണ് നേരിട്ട് വരാതെ. അതുകൊണ്ടാണ് പരിപാടി ഇങ്ങനെ പങ്കെടുക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഇടുക്കി. ഇപ്പോൾ ഏറ്റവും അധികം വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലയും ഇടുക്കിയാണ്. സർവകാല റെക്കോർഡിലാണ്. ഇടുക്കിയിലെ കുടിയേറ്റ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതിയാണ് മൈഗ്രേഷൻ മോണുമെന്റ്സ് ടൂറിസം വില്ലേജ് എന്ന പദ്ധതി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചന്ദ് നീർനാക്കുന്നേൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ V വിഘ്നേശ്വരി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നാൻസി തോമസ്, DTPC എക്സിക്യൂട്ടീവ് മെമ്പർ CV വർഗീസ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, വാഴത്തോപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ തുടങ്ങി രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും ചടങ്ങിൽ പങ്കെടുത്തു. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.